ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കേടുകൂടാതെ കുറേ നാൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോട്ടൺ സഞ്ചിയോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ പൊതിഞ്ഞ് പുറത്ത് വേണേലും കുറേ നാളിരിക്കും. അതല്ല നമുക്ക് ഫ്രിഡ്ജിൽ വേണേലും സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും പുറത്ത് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് ചീത്തയായെന്നും പറഞ്ഞെടുത്ത് കളയും. ഇതാകുമ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അഥവാ കുറേ നാൾ കഴിഞ്ഞ് തൊലി കറുത്താൽ തന്നെയും പഴത്തിന് ഒരു കേടും വരാതെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പഴത്തിന് തൊലി കറുപ്പ് വന്നാലും പഴത്തിനൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് എടുക്കാം. അത് ഇതേപോലെ ഞെട്ട് കളഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കുറേ നാൾ ഇതേപോലെ ഇരിക്കും ഞെട്ട് കളഞ്ഞാൽ. അപ്പോൾ നമുക്കത് പ്ലാസ്റ്റിക് കവറിനകത്താക്കിയോ ഇതുപോലെ ഏതെങ്കിലും ഒരു ബോക്സിനകത്താക്കിയോ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത ടിപ്പ്, നമുക്ക് കുറച്ച് ബീഫ് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. അപ്പം നമുക്ക് ഫ്രീസറിൽ നിന്ന് പെട്ടെന്ന് തണ്ട ഇതേപോലെ കണ്ടിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് പുറത്ത് ഫ്രീസറിൽ വെക്കാത്ത ഇറച്ചിയാണെങ്കിൽ ഇതിനേക്കാളും പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇറച്ചി മേടിച്ചാൽ ഒരു 3/4 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് ഇതേപോലെ കണ്ടിച്ച് നോക്കുക, എളുപ്പത്തിൽ കണ്ടിച്ചെടുക്കാം. അതല്ല അതാണ്ട് ഫ്രീസറിൽ വെക്കാത്ത ഇറച്ചി കണ്ടിക്കുന്നതിന് കുറച്ച് പാടാണ്. നമുക്ക് കണ്ടിക്കുമ്പോഴത്തേന് അത് തെന്നി പോകും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ്ടേ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഫ്രീസറിനകത്ത് നിന്ന് എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത ഇറച്ചി നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതേപോലെ അതിൻ്റെ രക്തം പെട്ടെന്ന് പോയി കിട്ടണമെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടിയോ മൈദാപ്പൊടിയോ ഇട്ട് കഴുകി നോക്കേ, പെട്ടെന്ന് തന്നെ അതിൻ്റെ രക്തം പോയി കിട്ടുകയും ചെയ്യും.